അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേര് കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇത്ത എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ വേഗത്തിൽ തന്നെ നടത്തി തരുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. എല്ലാവർക്കും ലഭിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യമാണ്, നമുക്ക് ചെറിയതാണെങ്കിൽ പോലും നമുക്ക് താമസിക്കാൻ ഒരു നല്ല ഒരു വീട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടല്ലേ. അതുമല്ല, ഒരു വണ്ടി, ഒരു വാഹനം, നമുക്ക് ചെറിയ കുറേ വർഷങ്ങളായിക്കോട്ടെ എന്നാലും നമുക്കൊരു വാഹനം, നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നമുക്ക് നമ്മുടെ മക്കളെ തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് എങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് സമ്പാദ്യങ്ങളാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഈ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കളയുകയാണ് എങ്കിൽ നമുക്ക് എത്രമാത്രം മനസ്സിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും വിഷയം അല്ലേ. അതുമാത്രമല്ല, ആദ്യം മുതലൊക്കെ വീടില്ല, അല്ലെങ്കിൽ വാഹനമില്ല, അല്ലെങ്കിൽ കാഴ്ചയില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ് എങ്കിൽ അവർക്ക് അത്രയ്ക്ക് പ്രയാസം ഉണ്ടാവുകയില്ല. അവർക്ക് കാരണം ആദ്യം മുതലേ അവർ അങ്ങനെയായിരുന്നു. പക്ഷേ ഇതെല്ലാം ലഭിച്ചതിന് ശേഷം പെട്ടെന്നൊരു ദിവസം നമ്മളിൽ നിന്ന് ഇത് അടർത്തി മാറ്റുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും നമ്മുടെ വിഷമം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ഏത് ആപത്തുകളും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, അത് എല്ലാം വീടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് സമയമുള്ളത് എപ്പോഴാണോ ആ ഒരു സമയത്ത് 70 പ്രാവശ്യം ചൊല്ലുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു ദിക്ർ 70 പ്രാവശ്യം ഓതുക. ദിക്ർ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് സമയം, ആ ഒരു സമയം നമ്മൾ ഈ ഒരു ദിക്റിന് വേണ്ടി മാറ്റി വെക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ഒരു ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം തട്ടിക്കളയുന്നതാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ്. ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അതിനുള്ള ഒരു പ്രതിഫലം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.